ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്ന് നടന്ന് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള ദൂരമേ ഉള്ളൂ. 10 വീടുകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീട് പണിത് അതിനകത്ത് ആള് താമസമായിട്ടുണ്ട്. രണ്ടാമത്തെ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബാക്കിയുള്ള വീടുകളുടെ എല്ലാം വർക്കുകൾ ഇവിടെ ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 80 ലക്ഷം രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലകളാണ് ഈ കാണുന്ന പ്രൊജക്ടിനകത്തുള്ളത്. നമ്മൾ സാധാരണ കണ്ടുമടുത്ത എലിവേഷനുകളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് 8.7 കിലോമീറ്ററും, കളക്ടറേറ്റിലേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 22 കിലോമീറ്റേഴ്സുമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഈ വില്ലകളുടെ അകത്തൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ബാക്കിയുള്ള വില്ലകളുടെയൊക്കെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് റോഡ് കുറച്ചൊന്ന് ഫെയ്ഡായിട്ടിരിക്കുന്നത്. ആ വർക്കുകളും കൂടെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല വിട്ടുള്ള ഒരു റോഡാണ് നമുക്ക് ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ കിട്ടുന്നത്. വീടിന്റെ മതിലിൽ നിന്നാണ് നമുക്ക് തുടങ്ങാം. വളരെ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നടന്ന് കയറേണ്ട ആവശ്യമുള്ളപ്പോൾ ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പടിപ്പുര മോഡലാണ് ചെറിയ ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ആ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കാറുകൾ കയറ്റാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വലിയൊരു ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നമ്മൾ നോർമലി നോക്കുന്ന വീടുകൾക്കൊക്കെ എ കാറ്റഗറി വീടുകളിൽ പെട്ടതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സാധാരണ ഒരു എ ഷേപ്പ് മാത്രമാണ് നമ്മൾ എല്ലാ വീടുകൾക്കും കാണാറുള്ളത്. ഇത് 2 എ ഷേപ്പ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ട് മിഡിൽ പോർഷനിൽ ഒരു ബോക്സി ആയിട്ട് വളരെ മനോഹരമായ എലിവേഷനിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. പെയിന്റ് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ആരുടെയും മനസ്സിലേക്ക് ഒന്ന് കയറി കൂടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് എലിവേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാറുകൾ കയറ്റാവുന്ന ഈ ഒരു മെയിൻ എൻട്രൻസ് തുറന്ന് നമുക്ക് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കുവാണെങ്കിൽ 3 ഇന്നോവ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഇത്രയും വലിയ സ്പേസ് ഉള്ള വീടുകൾ നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ്. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ വീടിന്റെ ബഡ്ജറ്റ് ആണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നാൽ മാത്രമാണ് വീടിന്റെ ഭംഗി നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന മുറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനിടയിൽ നമുക്കിനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇവിടെ ഇനി പെയിന്റിംഗ് ഉള്ളൂ. നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് വീടൊന്ന് വൃത്തിയാക്കണം. അത്രയും വർക്കുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോഴേക്കും വീട് സെയിലായി പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ അധികം വൈകാതെ തന്നെ വന്ന് വീഡിയോ എടുക്കുന്നത്. നേരെ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു 3 ഇന്നോവ കാറുകൾ നമുക്ക് ഒരേ സമയത്ത് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. അതല്ലെങ്കിൽ ചെറിയ കാറുകളാണെങ്കിൽ 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ആണ് ഇവിടെ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം വർക്ക് ഏരിയയുടെ ഏരിയ ആണ്. വർക്ക് ഏരിയയുടെ ഡോറിനടുത്തുകൂടെ നമുക്ക് ചെറിയൊരു പാസേജ് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള ആ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വീടിന് ചുറ്റിനൂടെയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടന്നു പോകാവുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ച് വളരെ നീറ്റ് ആക്കിയ വഴികളാണ് കാണാൻ പറ്റുന്നത്. ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് നല്ല ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കാണുന്ന വില്ലകൾ ഞാൻ പറഞ്ഞു 80 ലക്ഷം രൂപ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് അളവ് വരുന്നൊരു വീടാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. ഏകദേശം 4-4.5 സെന്റുകളൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് തന്നെ വരുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന വീട് 5.5 സെന്റിൽ 2410 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
വീടിന് ചുറ്റിനും നമ്മൾ കറങ്ങി ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടുത്തെ കിണറിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. നല്ല ആഴത്തിലുള്ള നല്ല ശുദ്ധമായ ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന വലിയൊരു കിണറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്തും അറിയാം KWയുടെ വാട്ടർ നമുക്ക് എടുക്കാവുന്നതാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് നേരെ മുകളിലേക്ക് നോക്കിയാലും കാണാം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ്, എല്ലാം തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് 2 പാളിയിലായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറുകളുടെ ഒക്കെ പോളിഷിംഗ് വർക്ക് അങ്ങനെയുള്ള കുറച്ച് വർക്കുകളും കൂടെ മാത്രമാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. മെയിൻ ഡോറ് 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വടക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അധികം ഒന്നും കാണാത്ത നല്ല ഭംഗിയുള്ളൊരു ഫ്ലോർ ആണ് ഇവിടുത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ആണെങ്കിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡും ഫ്ലോറൽ ഡിസൈനും ഒക്കെ വരുന്ന ടൈലാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന വോളിൽ 2 വിൻഡോസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന വിൻഡോയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന വോളിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ്, വൈറ്റ് കളർ ബോർഡാണ് അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈഡിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ഡ്രോസും ഓപ്പൺ ഷെൽഫുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലൊക്കെ ആണെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള മോഡൽ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള എയർ ഹോൾസ് ഇടാനും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന വോളും മുകളിലേക്ക് കയറി പോകുന്ന വോളും കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സിമെന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾ കണ്ടോളൂ. നല്ല ഭംഗിയായിട്ടുള്ള ഷാൻലിയർ നമുക്ക് ആ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ വരുന്ന ഭാഗങ്ങൾ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിലേക്ക് നിങ്ങൾ വന്ന സമയത്ത് ആ എൻട്രൻസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസ് മൾട്ടിവുഡിൽ ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 വലിയ ഹാങ്ങിങ് ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു 12 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഏരിയയാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ 2 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഹാഫ് പോർഷനോളം വന്നിട്ട് ഡബിൾ ഹൈറ്റഡും ബാക്കിയുള്ള ഏരിയകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് റൂഫ്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് റൂഫിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഭാഗത്തും ഇവിടെയുമായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള റിച്ച് ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് വാഷ് ബേസിൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. താഴെ കബോർഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന വാഷ് ബേസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 13-11 ഫീറ്റിൽ ചെയ്തിരിക്കുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നേരെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളുടെയൊക്കെ കളർ കോമ്പിനേഷൻ എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ലൈൻ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഈ ബെഡ്റൂമുകൾ എല്ലായിടത്തും തന്നെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി വരുന്നുണ്ട്. മിറർ പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടിയാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് കിട്ടുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജോൺസന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോളിൽ നോക്കുവാണെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലീഫി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. 14-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷൻ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എയർ ഹോൾസും എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഈ കാണുന്നതാണ്. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിലാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റുമാണ് വരുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിന്റെ സ്ലാബ് നോക്കുവാണെങ്കിലും സെയിം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് ക്യാബിനറ്റ്സിനൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഒരു സ്പേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിനായിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലും താഴെയും കൂടാതെ ഈ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിലാണ് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് വരുന്നുണ്ട്. അത് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കിച്ചൺ പോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് നമുക്ക് ഇവിടെ വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. നിറയെ കിച്ചൺ സ്ലാബുകൾ ക്യാബിനറ്റ്സ് ഒക്കെ ഒരുപാട് താഴെ കിട്ടുന്നുണ്ട്. ടോപ്പ് സ്ലാബ് വന്നിട്ടും ഗ്രാനൈറ്റിൽ ചെയ്തിട്ട് മുകളിലും സൈഡിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വളരെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ആ ഒരു വോളും ഈ സൈഡ് വോളും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളൂ. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ബ്ലാക്ക് ലൈൻസ് ഒക്കെയാണ് ഇടയ്ക്ക് വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ടഫന്റെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് സൂര്യപ്രകാശമൊക്കെ അകത്ത് കടക്കാനായിട്ട് ആ ഒരു അറേഞ്ച്മെന്റ് വളരെ നല്ലതാണ്. മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷാൻഡിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ലൈറ്റ് ഫിറ്റിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള നല്ലൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നല്ലൊരു ഷെൽഫാണ് നമുക്കിവിടെ മൾട്ടിവുഡിൽ അറേഞ്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ടോട്ടൽ ഇതൊരു 5 BHK ഹൗസ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ഈ ഒരു ഭാഗത്തായിട്ട് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതേ സെയിം ഒരു ലീഫി ഗ്രീൻ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടൊരു ഷെൽഫ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തും സേഫ് ആയിട്ടും ഒക്കെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. താഴെ വന്നിട്ട് നമുക്ക് ആ ഒരു ചെറിയ വുഡൻ ഫിനിഷോട് കൂടിയുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ തിരിച്ച് ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷമുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടത്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ആണ് കാണേണ്ടത്.
റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ നല്ലൊരു ഷെൽഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനും നല്ല ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് നടന്നു വരുന്ന വഴിക്ക് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു വലിയ ബെഡ്റൂം തന്നെയാണ്. 13-11 ഫീറ്റിലാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂം നോക്കുമ്പോഴും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല. 5ാമതൊരു ബെഡ്റൂം കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 5ാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് റീഡിംഗ് പർപ്പസിനായിട്ടോ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഈ ഒരു 4ാമത്തെ റൂം യൂസ് ചെയ്യാം. ഇതും വലിയ സൈസിൽ തന്നെയാണ്. 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും റൂഫ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രേറ്റ് ആണ് ബാൽക്കണി. ഇതിന്റെ സൈഡിലായിട്ട് ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനകത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്കുകൾ, ഗ്ലാസിന്റെ ചെറിയൊരു വർക്ക് അവിടെ കാണാം. അതുകൂടാതെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും അതിന് ചുറ്റിനും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ടാണ് ബാൽക്കണിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത് ഒരു വില്ല പ്രൊജക്ട് ആണ്. 10 വില്ലകളുടെ വില്ല പ്രൊജക്ടിനകത്ത് ഒരു വീട് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ട് ആളുകൾ താമസമായതാണ്. 2ാമത്തെ വീടാണ് ഇപ്പോൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്നത്. ബാക്കിയുള്ള 8 വീടുകളുടെ വർക്കുകൾ ഓൺ ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വർക്ക് ആ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന വീടുകൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വീടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 80 ലക്ഷം തുടങ്ങിയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട്ടിൽ 3 ഇന്നോവ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ റോഡിനോട്, ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. വെറും 150 മീറ്റർ മാത്രം വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ കാണുന്ന വില്ലകളിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ളത്. ഈ കാണുന്ന വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.5 സെന്റ് സ്ഥലത്ത് 2410 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5.5 സെന്റ് ലാൻഡിൽ 2410 സ്ക്വയർ ഫീറ്റിൽ 5 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ലൊരു വെല്ലുണ്ട്, കിണറുണ്ട്. അതുകൂടാതെ KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 3 ഇന്നോവ കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 95 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇന്ന് തന്നെ വീടുകൾ കാണാനായിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. എത്രയും പെട്ടെന്ന് വീടുകൾ വന്ന് കാണുക. ഇതിന്റെ ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ഈ കാണുന്ന വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.